നമസ്കാരം. 8 മാസമായി തുടരുന്ന പലായനം, ജീവൻ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാമെന്ന ആശങ്ക, ഉറ്റവരെ ഇനി ഒരിക്കലും കാണില്ല എന്ന ഭയം. നരകതുല്യമാണ് റഫേലിലെ ജീവിതം. കഴിഞ്ഞ ഞായറാഴ്ച റഫേലിലെ അഭയാർത്ഥി ക്യാമ്പിൽ അർദ്ധരാത്രിയിലുണ്ടായ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ അധികം പേരും വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമാണ്. 250ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ടെൽ അവീവിന് നേരെ റഫേലിൽ നിന്ന് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ റഫേലിൽ പ്രത്യാക്രമണം നടത്തിയത്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ഇരുട്ടിൽ തീ ആളിപ്പടരുന്നതും ആളുകൾ പരിഭ്രാന്തരായി നിലവിളിക്കുന്നതും കാണാം. പകലെത്തിയപ്പോഴാണ് ദുരന്തത്തിന്റെ ആഴം കൂടുതൽ ദൃശ്യമായത്. റഫേലിലെ ക്യാമ്പ് ടെന്റുകളുടെയും ലോഹങ്ങളുടെയും മറ്റും പുകയുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കരയുന്ന സ്ത്രീകളെയും കഫൻ ധരിച്ച് മൃതദേഹങ്ങൾക്കരികിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്നവരുടെയും ചിത്രങ്ങൾ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. മരിച്ചവരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണെന്ന് ഗാസയിലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഗുരുതരമായി പൊള്ളലേറ്റവർ നിരവധിയുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. റഫേലിലെ ആക്രമണം നിർത്തണമെന്ന് ലോക കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇരുപക്ഷവും കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത്. ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ രണ്ടുപക്ഷവും തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിലാണ് റഫേലിലെ സൈനിക നടപടി നിർത്തിവെച്ച് ഇസ്രായേൽ സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടക്കാല ഉത്തരവിട്ടത്. യുദ്ധം നിർത്തി റഫേലിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അന്തിമ ഉത്തരവ് വരാൻ സമയമെടുക്കുമെന്നതിനാലാണ് ലോക കോടതി ഇടക്കാല ഉത്തരവിട്ടത്. അവശ്യ സാധനങ്ങളുടെ വരവ് തടയരുതെന്നും റഫ തുറക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇസ്രായേൽ കണക്കിലെടുത്തിട്ടില്ല എന്നാണ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണം സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിൽ വൻ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടായത്. നിർഭാഗ്യവശാൽ ദാരുണമായ എന്തോ സംഭവിച്ചുവെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയെങ്കിലും വെടിനിർത്തൽ ചർച്ചകൾ ഈ ആക്രമണത്തോടെ നിലച്ചുവെന്ന് വേണം കരുതാൻ. ഇതിനിടെ 3 പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീന് അംഗീകാരം നൽകുന്നതായി പ്രഖ്യാപിക്കുകയുണ്ടായി. യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ അംഗരാജ്യങ്ങളായ സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നിവയാണ് പലസ്തീനെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചത്. റഫേലിലെ യുദ്ധം ഇസ്രായേൽ നിർത്തണമെന്നും അത് തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഉപരോധം പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ സൈനിക നടപടി തടയുന്ന തരത്തിലുള്ള ഒരു നീക്കവും അമേരിക്ക ഉൾപ്പെടെയുള്ള ചില പ്രമുഖ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നടപടികളാണ് അവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ റഫേൽ സമാധാനം ഉറപ്പുവരുത്താൻ മറ്റ് ലോകരാജ്യങ്ങൾ കൂട്ടായി ഇടപെടേണ്ട സന്ദർഭമാണിത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് സമാന ചിന്താഗതിയുള്ള മറ്റ് രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തി ഇടപെടുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകും. യുദ്ധം തുടരുന്നത് റഫേലിലെ ജനങ്ങൾക്ക് മാത്രമല്ല ദുരിതം സമ്മാനിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും അറബിക്കടലിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള കപ്പൽ ഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഹൂതികൾ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ പലതവണ ആക്രമണങ്ങൾ നടത്തി. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ കപ്പലിൽ മലയാളികളായ കപ്പൽ ജീവനക്കാരും കുറെ ദിവസം തടവിലായിരുന്നു. പശ്ചിമേഷ്യ ഒട്ടാകെ വിലക്കയറ്റത്തിനും അവശ്യ സാധനങ്ങളുടെ കുറവിനും റഫേലെ അവസാനിക്കാതെ നീളുന്ന ഏറ്റുമുട്ടൽ ഇടയാക്കുന്നുണ്ട്. അതിനാൽ ലോക കോടതി അനുസരിച്ച് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.